കുവൈറ്റിലെ തീപിടുത്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ട തൃശൂർ ജില്ലയിലെ ചാവക്കാട് തിരുവല്ല സ്വദേശി ബിനോയ് തോമസ് ഈ മാസം 5-നാണ് ജോലിക്കായി കുവൈറ്റിലേക്ക് പോയത്. അടുത്ത് വാങ്ങിയ 2.5 സെന്റിൽ കടം വാങ്ങി നിർമ്മിച്ച ഒരു ചെറിയ വീട്ടിൽ താമസം തുടങ്ങിയതിനു ശേഷം ബാധ്യതകൾ തീർക്കാൻ ലക്ഷ്യമിട്ടായിരുന്നു ബിനോയിയുടെ കുവൈറ്റ് യാത്ര. അപകടത്തിൽ കാണാതായി എന്ന് വിവരം ലഭിച്ച ബിനോയ് തോമസിനായി പ്രതീക്ഷയോടെ കാത്തിരുന്ന കുടുംബത്തെ ഇന്നലെ ഉച്ചയോടെ തേടിയെത്തത് ദുരന്ത വാർത്തയായിരുന്നു. തൃശ്ശൂരിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി അജേഷ് ചേരുന്നു. ഞാനിപ്പോൾ ഉള്ളത് കുവൈറ്റ് ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ട ചാവക്കാട് സ്വദേശി ബിനോയ് തോമസിൻ്റെ വീട്ടിലാണ്. പാലയൂരാണ് ഇദ്ദേഹത്തിൻ്റെ വീട്. ഇവിടെ ഇപ്പോൾ നമ്മളോടൊപ്പം ഗുരുവായൂർ MLA അക്ബർ, അതുപോലെ തന്നെ ചാവക്കാട് നഗരസഭ ചെയർപേഴ്സൺ ഷീജ എന്നിവരുണ്ട്. MLA, ഇവിടെ ഇന്നലെ നിങ്ങൾ ഈ വളരെ വലിയൊരു ദുരന്തം അറിഞ്ഞു. ഇവിടെ ഇപ്പം നിലവിൽ സംസ്കാരം നടക്കാൻ പോകുന്ന ഒരുക്കങ്ങൾ പൂർത്തിയായിട്ടുണ്ടോ? ഇവിടെ മൃതദേഹം ഇപ്പോൾ അവിടെ അന്ത്യോപചാരം ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മന്ത്രിമാരൊക്കെ. അതിനുശേഷം അത് റോഡ് വഴി ഇവിടെ എത്തും. ഇവിടെ എത്തിയതിന് ശേഷം കുടുംബാംഗങ്ങളും ബന്ധുക്കളും നാട്ടുകാരുടെ എല്ലാം അന്ത്യോപചാരം അർപ്പിച്ചതിന് ശേഷം മൃതദേഹം കുന്നംകുളത്ത് കൊണ്ടുപോയി സംസ്കരിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അടുത്തിടെ ഒരു വാടക വീട്ടിൽ നിന്ന് സ്വന്തമായി നിർമ്മിച്ച ചെറിയ വീട്ടിലേക്ക് താമസം മാറിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇദ്ദേഹത്തിന് കടമെടുത്താണ് വീട് നിർമ്മിച്ചതെന്ന് നമ്മൾ അറിയുന്നു. ഇദ്ദേഹത്തിന് സർക്കാരിന് ഗവൺമെൻറ് എടുക്കുന്ന ഒരു പദ്ധതിയിലൂടെ വീട് അനുവദിച്ചിട്ടുണ്ടെന്ന് പറയാം. അതിൻ്റെ ഒരു സ്റ്റാറ്റസ് ഇപ്പോൾ നിലവിൽ എന്തായി? അതെടുത്ത് കിട്ടാനുള്ള നടപടികൾ സ്വീകരിക്കും? അദ്ദേഹത്തിന് വീട് പാസ്സായപ്പോൾ തന്നെ അദ്ദേഹത്തിന് അന്ന് സ്ഥലം ഉണ്ടായിരുന്നില്ല. പിന്നീട് അദ്ദേഹം സ്ഥലം വാങ്ങി. ആ സ്ഥലം വാങ്ങിയത് വേറെ ഒരാൾക്ക് നഗരസഭയിൽ നിന്ന് തന്നെ അനുവദിച്ച ഭൂരഹിത ഭവനരഹിത പേരിൽ അനുവദിച്ച സ്ഥലമാണ്. അപ്പോൾ ആ സ്ഥലം ഇദ്ദേഹത്തിൻ്റെ പേരിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളൊരു നേരം വൈകുണ്ടായിരുന്നു. ഇപ്പോൾ അടുത്താണ് അദ്ദേഹത്തിൻ്റെ പേരിലേക്ക് ഈ സ്ഥലം അനുവദിച്ച് കിട്ടിയിട്ടുള്ളത്. നഗരസഭയുടെ ലൈഫ് പദ്ധതിയിൽ അവർക്ക് വീട് നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള തുക പാസ്സായിട്ടുണ്ട്. ഇപ്പോൾ എന്തായാലും സ്ഥലം ഇവരുടെ പേരിൽ അനുവദിച്ചതുകൊണ്ട് തന്നെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഞാൻ ചാവക്കാട് നഗരസഭ ചെയർപേഴ്സണൊക്കെ ബന്ധപ്പെട്ടപ്പോൾ അടുത്ത് ചേരുന്ന കൗൺസിലിൽ പ്രത്യേക അജണ്ടയാക്കി വെച്ചുകൊണ്ട് ഇവർക്ക് വീട് അനുവദിച്ച് കൊടുക്കാൻ വേണ്ടിയുള്ള നടപടി സ്വീകരിക്കും എന്നുള്ളതാണ്. ഇതിന് പുറമെ സർക്കാരിൻ്റെ 5 ലക്ഷം രൂപയുണ്ട്, സെൻട്രൽ ഗവൺമെൻറ്റിന് 2 ലക്ഷം രൂപയുണ്ട്, യൂസഫ് അലിയുടെ 5 ലക്ഷം രൂപയുണ്ട്, രവി പിള്ളയുടെ 2 ലക്ഷം രൂപയുണ്ട്. പിന്നെ ഇവരുടെ കമ്പനി അവർ ഒരു വലിയ തുക അനുവദിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ കൂടിയുള്ള ഒരു സഹായം ഇവർക്ക് ലഭിക്കുമെന്നാണ് കരുതുന്നത്. മാഡം, അടുത്തറിയുന്ന കുടുംബമായിരുന്നു. എങ്ങനെയാണ് നഗരസഭ ഇദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ എന്തൊക്കെ ഒരുക്കങ്ങളാണ് പൂർത്തിയായിട്ടുള്ളത്? എങ്ങനെയാണ് കാണുന്നത്? വലിയ ഞെട്ടലോടുകൂടിയാണ് നമ്മൾ ഈ പാലയൂരത്തെ ഈ ബിനോയ് തോമസിൻ്റെ മരണവാർത്ത അറിഞ്ഞത്. എന്തായാലും അറിഞ്ഞ ഉടനെ തന്നെ നമ്മളെല്ലാവരും ഇവിടെ എത്തി. ഇവിടെ MLA സൂചിപ്പിച്ചതുപോലെ ചാവക്കാട് നഗരസഭ ഈ നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ ഈ കുടുംബത്തോടൊപ്പം താങ്ങും തണലുമായി എന്നുണ്ടാവും. വളരെ പ്രാരാബ്ധത്തോടുള്ള ഒരു ജീവിതത്തിന് ഇടയിലാണ് അദ്ദേഹം വളരെ കുറച്ച് ദിവസങ്ങളായിട്ടുള്ളൂ. ബുധനാഴ്ചയാണ് നാട്ടിൽ നിന്നും ഗൾഫിലേക്ക് പോയത്. എന്തായാലും ഈ ദുരന്തത്തിൽ വളരെയധികം ദുഃഖം രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം ഈ കുടുംബാംഗങ്ങളുടെ എല്ലാവരുടെയും ദുഃഖത്തിൽ പങ്കുചേരുകയും നമ്മൾ തുടർന്ന് നമ്മുടെ ചാവക്കാട് നഗരസഭ എന്ന രീതിയിൽ എല്ലാ സഹായങ്ങളും ഉണ്ടാവുമെന്ന് കൂടി അറിയിക്കാം. ഏകദേശം 2 മണിയോടെ ഇദ്ദേഹത്തിൻ്റെ മൃതദേഹം ചാവക്കാടുള്ള ഈ വീട്ടിലെത്തിച്ചേരും. ഇവിടെ പൊതുദർശനത്തിന് ശേഷം കുന്നംകുളത്തുള്ള വി നാഗൽ സെമിത്തേരിയിലാണ് ഇദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം സംസ്കരിക്കുക. ഇവിടെ നാട്ടുകാരും ബന്ധുക്കളും എല്ലാം നിലവിൽ ഇദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ഇങ്ങോട്ടെത്താനും അത് കാണാനുമുള്ള കാത്തിരിപ്പിലാണ്. ചാവക്കാട് നിന്നും അജേഷ് ശശിധരൻ, ദൂരദർശൻ ന്യൂസ്.